നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സഫീന അൻസാരി. ഞാനിവിടെ സെയിൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇമ്മ്യൂണൈസേഷൻ വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർച്ച് 24 മുതൽ 30 വരെ നമ്മൾ വാക്സിനേഷനെ പറ്റി ആൾക്കാർക്ക് കൂടുതൽ ബോധവൽക്കരിക്കാനും വേണ്ടിയും പലരും ഓരോ ഡോസുകൾ മിസ്സായി പോയിട്ടൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ മിസ്സായ ഡോസുകൾ എടുക്കാനും പിന്നെ പലർക്കും കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെല്ലാം കുറേ മെസ്സേജുകൾ വരുന്നു, വാക്സിൻ എടുക്കാൻ പാടില്ല, എടുത്താൽ പ്രശ്നം വരും എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അവർക്ക് കൂടുതൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എടുക്കാനും കൂടുതൽ ഡോസുകൾ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ്. പിന്നെ നമുക്കറിയാം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കുറച്ച് നിശ്ചിതമായ വാക്സിനുകൾ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പല വേറെ അസുഖങ്ങൾക്കുള്ള വാക്സിനുകളും അവൈലബിൾ ആണ്. സോ അതിനെപ്പറ്റി കൂടെ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊക്കെ കൂടെയാണ് ഈ ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആചരിക്കുന്നത്. കുട്ടികളിലേക്ക് വരുമ്പോൾ നമ്മൾ ജനനം മുതൽ കുത്തിവയ്പ്പുകളുണ്ട്. അപ്പം അത് ചിലപ്പം അസുഖങ്ങൾ എന്തെങ്കിലും വന്നതുകൊണ്ട് മുടങ്ങിപ്പോയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലവർ വിചാരിക്കുന്നുണ്ടാകും ആ സമയത്ത് എടുത്തില്ലേ പിന്നെ എടുക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, പല ഇഞ്ചക്ഷനുകളും പിന്നീട് നമുക്ക് വീണ്ടും എടുക്കാതെ, പക്ഷെ അതിൻ്റെ ഡോസിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിലും പല കുത്തിവയ്പ്പുകളും മുടങ്ങിപ്പോയത് വീണ്ടും എടുക്കാം. നമ്മൾ പറയും ക്യാച്ചപ്പ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയും. അങ്ങനെ ക്യാച്ചപ്പ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആചരിക്കുന്നത്. എല്ലാവരും ഇത് വന്ന് എടുക്കണം. നമുക്കറിയാം, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് എല്ലാ അസുഖത്തിനും ചിലപ്പം അതുപോലെ ചികിത്സിച്ച് മാറ്റാനുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പുള്ള അറ്റ്ലീസ്റ്റ് അസുഖങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കുട്ടികളുടെ അസുഖങ്ങൾ കുറയ്ക്കാൻ കഴിയും. നമുക്കറിയാം, കുട്ടികൾ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നാണ് ന്യൂമോണിയയും വയറിളക്കവും. ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ന്യൂമോണിയയ്ക്കും വയറിളക്കത്തിനൊക്കെ ഉള്ള വാക്സിനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ മരണനിരക്കുകൾ വളരെയധികം കുറയ്ക്കാൻ കഴിയും. നമുക്ക് വരുന്ന ഒരു എക്കണോമിക് ക്രൈസിസും അതിനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഈ വാക്സിനേഷൻ കൊണ്ട് കുറേ അധികം കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു കുട്ടി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി കൂടെ പകർന്ന് കിട്ടുന്ന സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ വരുന്ന അസുഖങ്ങളും കൂടെ ഇതുകൊണ്ട് കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കുട്ടിയും വാക്സിൻ എടുക്കുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.